ജി വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓം നമ ശിവായ. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴയുടെ ഹൃദയഭാഗത്ത് ഭക്തിയും ഐതിഹ്യവും ഇഴചേർന്ന് നിൽക്കുന്ന ഒരു പുണ്യഭൂമിയുണ്ട്, കളർകോട് മഹാദേവ ക്ഷേത്രം. കല്ലിക്രോട മഹർഷിയുടെ തപസ്സിൽ പ്രസന്നനായി ഭഗവാൻ സ്വയംഭൂവായി അവതരിച്ച ഈ മണ്ണിലെ വിശേഷങ്ങളിലേക്കും ഐതിഹ്യങ്ങളിലേക്കും നമുക്കൊന്ന് കണ്ണോടിച്ചാലോ? വീഡിയോ മുഴുവനായി കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുരാതന കാലത്ത് കല്ലിക്രോട മഹർഷി ശിവപ്രീതിക്കായി ഇവിടെ തപസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ സംപ്രീതനായി മഹാദേവൻ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടു. മഹർഷി പൂജ നടത്തിയ ഇടമായതിനാൽ കല്ലിക്രോടപുരം എന്ന് ഈ സ്ഥലം അറിയപ്പെട്ടു. പിൽക്കാലത്ത് അത് ലോപിച്ച് ഇന്നത്തെ കളർകോടായി മാറി. ദേശീയപാത 66 നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ട് ദർശനമായി ധ്യാനഭാവത്തിലാണ് ഇവിടുത്തെ മഹാദേവൻ. കേരളീയ വാസ്തുശൈലിയിൽ പണിതീർത്ത നാലമ്പലവും ചെമ്പുപാളികൾ പൊതിഞ്ഞ കൊടിമരവും വലിയ ആനക്കൊട്ടിലും ക്ഷേത്രത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്നു. ഗണപതി, ശാസ്താവ്, വിഷ്ണു, പാർവതി, മുരുകൻ എന്നിവരാണ് ഇവിടുത്തെ പ്രധാന ഉപദേവതകൾ. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ബ്രഹ്മരക്ഷസിനുള്ള തിടപ്പള്ളി നേദ്യം. ഇത് നേരിട്ട് അടുപ്പിൽ വെച്ചാണ് തയ്യാറാക്കുന്നത്. ചതുശതം, ചതുകലശം, ശംഖാഭിഷേകം എന്നിവയാണ് ഭക്തർ പ്രധാനമായും സമർപ്പിക്കുന്ന വഴിപാടുകൾ. തുലാമാസത്തിലെ അമാവാസി നാളിൽ ആറാട്ടോടുകൂടി അവസാനിക്കുന്ന 8 ദിവസത്തെ ഉത്സവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൂടാതെ ശിവരാത്രി നാളിലെ വിപുലമായ ആഘോഷങ്ങളും കാവടിയും കണ്ടു തന്നെ അറിയേണ്ടതാണ്. ആലപ്പുഴയിൽ വരുമ്പോൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണ് ഈ മഹാക്ഷേത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.